പുതിയ ബാങ്ക് റിക്രൂട്ട്മെന്റ് അന്വേഷിക്കുന്ന യുവാക്കൾക്ക് ഇപ്പോൾ വലിയൊരു അവസരമാണ് എത്തിയിരിക്കുന്നത്. പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലെ 2026 അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഔദ്യോഗികമായി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആകെ 635 അപ്രന്റീസ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന പുതുതായി പഠനം പൂർത്തിയാക്കിയ ഗ്രാജുവേറ്റ്സിന് ഈ റിക്രൂട്ട്മെന്റ് വലിയൊരു അവസരമായി മാറും. ഓൺലൈൻ അപേക്ഷ നടപടികൾ 2026 മെയ് 21 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 6 ആണെന്നും നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നാം വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് 2026 സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളുമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, പ്രായപരിധി എത്രയാണ്, എങ്ങനെ അപേക്ഷിക്കണം, പരീക്ഷയുണ്ടോ, സെലക്ഷൻ എങ്ങനെ നടക്കും, എത്ര ശമ്പളം ലഭിക്കും, കേരളത്തിൽ ഒഴിവുകളുണ്ടോ, അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെ എല്ലാ വിവരങ്ങളുമാണ് വളരെ ലളിതമായിട്ട് പറയുന്നത്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. ഈ റിക്രൂട്ട്മെന്റിന്റെ വിശദ വിവരത്തിലോട്ട് കടക്കും മുമ്പായിട്ട് ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. ആദ്യം ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് നോക്കാം. ഇത് സ്ഥിരം ബാങ്ക് ജോലിയല്ല, അപ്രന്റീസ് ട്രെയിനിങ് അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ബാങ്കിന്റെ വിവിധ ശാഖകളിൽ 1 വർഷത്തെ പരിശീലനം നൽകും. ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തന രീതി നേരിട്ട് പഠിക്കാനും പ്രായോഗിക പരിചയം നേടാനും ഇത് സഹായിക്കും. നിരവധി യുവാക്കൾക്ക് പിന്നീട് ബാങ്ക് പരീക്ഷകൾക്കും സ്ഥിരം ജോലികൾക്കും ഈ എക്സ്പീരിയൻസ് വലിയൊരു സഹായകരമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ അവസരമായി കാണാതെ ഒരു കരിയർ എൻട്രി പോയിന്റായി കണക്കാക്കേണ്ടതാണ്. ഈ റിക്രൂട്ട്മെന്റിലാകെ 635 ഒഴിവുകളാണുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലായാണ് ഒഴിവുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു സംസ്ഥാനത്തിലും ഒരു ജില്ലയിലും മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. ഒരാൾ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാൽ അവസാനമായി സമർപ്പിച്ച അപേക്ഷ മാത്രമേ പരിഗണിക്കൂ എന്നും നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ വളരെ ശ്രദ്ധ വേണം. ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. ആർട്സ്, സയൻസ്, കോമേഴ്സ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് എന്നിങ്ങനെ ഏത് ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാം. എന്നാൽ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കണം. ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാനാകില്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ സമയത്ത് ആവശ്യമായി വരും. ഇപ്പോൾ പ്രായപരിധി നോക്കാം. 2026 മെയ് 1 അടിസ്ഥാനമാക്കി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള പ്രായ ഇളവ് ലഭിക്കും. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവും PWBD ഉദ്യോഗാർത്ഥികൾക്ക് അധിക ഇളവുകൾ ലഭിക്കും. അതിനാൽ പ്രായപരിധിയിൽ വരുന്നവർ ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ പലർക്കും ഏറ്റവും കൂടുതൽ അറിയേണ്ടത് സ്റ്റൈബൻഡ് അഥവാ പ്രതിമാസ തുകയാണ്. ഈ അപ്രന്റീസ് ട്രെയിനിങ് കാലയളവിൽ പ്രതിമാസം 12,300 രൂപ സ്റ്റൈബൻഡായിട്ട് ലഭിക്കുമെന്ന് നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രെയിനിങ് പീരീഡ് മുഴുവൻ ഈ തുക ലഭിക്കും. 1 വർഷത്തെ അപ്രന്റീഷിപ്പ് ആണിത്. ബാങ്കിംഗ് മേഖലയിൽ ആദ്യ എക്സ്പീരിയൻസ് നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്റ്റൈബൻഡ് കൂടി ഒരു വലിയ സഹായകമായിരിക്കും. ഇപ്പോൾ സെലക്ഷൻ പ്രോസസ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ റിക്രൂട്ട്മെന്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? പല റിപ്പോർട്ടുകൾ പ്രകാരം സെലക്ഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും നടക്കുക എന്നാണ് പറയുന്നത്. അതായത് 10th+2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് തയ്യാറാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, ലോക്കൽ ലാംഗ്വേജ് പരിശോധന എന്നിവയും ഉണ്ടായേക്കാം. ചില അപ്രന്റീസ് റിക്രൂട്ട്മെന്റിൽ ഓൺലൈൻ എക്സാം ഉണ്ടാകാറുണ്ട്, ചിലതിലില്ല. അതിനാൽ ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച ശേഷമേ അപേക്ഷിക്കാവൂ. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. നോട്ടിഫിക്കേഷനിൽ സ്റ്റേറ്റ് വൈസ് വാക്കൻസി ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. കേരള ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം പരിശോധിക്കണം. ചിലപ്പോൾ സൗത്ത് സോൺ വാക്കൻസീസ് വളരെ കുറവായിരിക്കും. അതിനാൽ സംസ്ഥാനവും ജില്ലയും തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഇപ്പോൾ അപേക്ഷ എങ്ങനെ സമർപ്പിക്കാമെന്ന് വളരെ വിശദമായിട്ട് നോക്കാം. ആദ്യം അപ്രന്റീസ് ഇന്ത്യൻ പോർട്ടൽ അല്ലെങ്കിൽ NITS പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ആയിരിക്കണം. തുടർന്ന് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം. ഫോട്ടോ സിഗ്നേച്ചർ, വിദ്യാഭ്യാസ രേഖകൾ, ആധാർ, കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് വളരെ വേഗത്തിൽ വരികയാണ്. അടുത്തിടെ SP അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്, പഞ്ചാബ് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്, PNB അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്, യൂണിയൻ ബാങ്ക് അപ്രന്റീസ് റിക്രൂട്ട്മെന്റ് എന്നിവയും വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് ഒഴിവുകളാണ് വിവിധ ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബാങ്കിംഗ് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച അവസരമാണ്. ഈ അപ്രന്റീസ് അവസരം ഫ്യൂച്ചർ ബാങ്ക് എക്സാം തയ്യാറെടുക്കുന്നവർക്ക് വളരെ സഹായകരമാകും.
ബാങ്കിന്റെ ബ്രാഞ്ച് ഓപ്പറേഷൻസ്, കസ്റ്റമർ ഹാൻഡ്ലിംഗ്, അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ്, ലോൺ പ്രോസസിംഗ് ബേസിക്സ്, ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റം, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് പഠിക്കാൻ സഹായിക്കും. പിന്നീട് IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, IBPS PO, RBI അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ അനുഭവം വലിയ ആത്മവിശ്വാസം നൽകും. ഇപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, ഇത് സ്ഥിര ജോലിയല്ല, അപ്രന്റീസ് ട്രെയിനിങ് മാത്രമാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ഥിര നിയമനം ലഭിക്കുമെന്ന് ബാങ്ക് ഉറപ്പ് നൽകുന്നില്ല. എന്നാൽ ബാങ്കിംഗ് എക്സ്പോഷർ നേടാൻ ഇത് വലിയ അവസരമാണ്. രണ്ടാമതായി, ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻസി വളരെ പ്രധാനമാണ്. തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനത്തിന്റെ ഭാഷ അറിഞ്ഞിരിക്കേണ്ടി വരും. മൂന്നാമതായി, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും ഹാജരാക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി യുവാക്കൾ ബാങ്ക് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവസരങ്ങൾ കുറവാണ്. അത്തരക്കാർക്ക് ഇത്തരം അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്സ് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് വലിയൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ ജോബ് അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്ന ഗ്രാജുവേറ്റ്സ് ഈ അവസരം ഗൗരവമായി പരിഗണിക്കണം. ഇപ്പോൾ വീഡിയോ കാണുന്നവർ പലരും ചോദിക്കും, ഈ അപ്രന്റീസ് കഴിഞ്ഞാൽ സ്ഥിര ജോലി കിട്ടുമോ? അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ബാങ്ക് നേരിട്ട് സ്ഥിര നിയമനം ഉറപ്പാക്കുന്നില്ല. പക്ഷെ അപ്രന്റീസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പിന്നീട് ബാങ്ക് എക്സാം, പ്രൈവറ്റ് ബാങ്ക് ജോബ്സ്, NBFC ജോബ്സ്, ഫിനാൻഷ്യൽ സെക്ടർ ജോബ്സ് എന്നിവയിൽ അഡ്വാൻറ്റേജ് ലഭിക്കാറുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ PDF മുഴുവനായിട്ടും വായിക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് റിലാക്സേഷൻ, സ്റ്റേറ്റ് വൈസ് വാക്കൻസി, ആവശ്യമായ ഡോക്യുമെന്റ്സ്, ലാംഗ്വേജസ് എന്നിവ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി അപേക്ഷിച്ചാൽ പിന്നീട് കാൻഡിഡേറ്റ്സ് ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റ് നിരന്തരം പരിശോധിക്കണം. അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അവസാന ദിവസങ്ങളിൽ സെർവർ ഇഷ്യൂസ്, പേയ്മെന്റ് ഇഷ്യൂസ്, വെബ്സൈറ്റ് ട്രാഫിക് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ജോബ് അപ്ഡേറ്റ്. കൂടുതൽ സർക്കാർ ജോലി വാർത്തകൾ, ബാങ്ക് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റ്സ്, കേരള ജോബ് അപ്ഡേറ്റ്സ്, അപ്രന്റീസ് ഓപ്പർച്യൂണിറ്റീസ്, PSC വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.